ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഷോർട്സൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ലോങ് വീഡിയോ ഇടേ. അപ്പോൾ അതാ രാവിലെ ദോശ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. മണിക്കുട്ടതാ നീച്ച് വന്നിട്ടുണ്ട്. ഇന്നലെ അരച്ച് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ കഴുകി അരക്കില്ലേ, അരച്ചിട്ട് തേങ്ങയൊക്കെ കൂട്ടി അരക്കില്ലേ, അങ്ങനത്തെ ദോശയാണ് കേട്ടോ. അപ്പാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അമ്മയ്ക്കും അച്ഛനും ഒരു നിശ്ചയമുണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഞങ്ങൾ ഹൗസ് വാമിങ്ങിനും പോകാൻ തയ്യാറെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചായയും ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്. മണിക്കുട്ടൻ പിന്നെ രാവിലെ നേരത്തെ നീക്കും കേട്ടോ. അവൻ എങ്ങോട്ടേലും പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ. അല്ലെങ്കിൽ ആ നേരത്തെ നീക്കും. മറ്റൊരു രണ്ടുപേരും എന്തായാലും വൈകിട്ടേ നീക്കുള്ളൂ. മണിക്കുട്ടൻ നീച്ച് വന്നു. അപ്പോഴേക്കും കഴിഞ്ഞതാ ചിന്നൂനെ നീപ്പിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ നീച്ചേണ്ട ദേഷ്യമാണ് ആൾക്ക്. അങ്ങനെ മൂന്നാളും കൂടെ ചായ കുടിച്ചു. അമ്മ ഇതാ റെഡി ആയിട്ടുണ്ട്, അമ്മയും അച്ഛനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവർക്ക് 7:15 ആകുമ്പോഴേക്ക് വണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇതാ വണ്ടി വന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണ് കേട്ടോ. ഷൊർണൂരാണ് കല്യാണ നിശ്ചയമുള്ളത്. അപ്പോൾ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടാണ്. 8 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇതാ അവർ രണ്ടുപേരും പോവുകയാണ്. ഞങ്ങളും പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഹൗസ് വാമിങ് വന്നത്. അപ്പോൾ അതിന് പോകാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നിശ്ചയത്തിന് പോയില്ല, ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് പോയി. ഇതാ അമ്മയും അച്ഛനും പോവുകയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് 8 മണിക്കാണ് വണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പോവുകയാണേ. പിന്നെ ഇതാ നമ്മൾ മണിക്കുട്ടന് മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അവന് പല്ലുവേദനയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മരുന്നൊക്കെ കൊടുക്കുകയാണ് ആൾക്ക്. അല്ലെങ്കിൽ ഭയങ്കര ഇനി കുറച്ച് കഴിഞ്ഞ് വേദനിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് 3 ദിവസത്തെ മരുന്നാണ്. അപ്പം ഇന്നും കൂടെ കൊടുത്താൽ കഴിയും. അപ്പോൾ എന്തായാലും ആൾ നല്ല കുട്ടിയായിട്ട് മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ട്. വേദന സഹിക്കാൻ പറ്റണില്ല കേട്ടോ. ഭയങ്കര വേദനയാണ്. നല്ല പല്ല് ഫുള്ള് കേടാണ് ആളുടെ. അപ്പോൾ എന്തായാലും ഇനി റൂട്ട് കനാലൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേദനയൊക്കെ മാറി നീരൊക്കെ പോയിട്ട് വേണം റൂട്ട് കനാൽ ചെയ്യാൻ. ഇതാ മരുന്നൊക്കെ കുടിച്ച് എല്ലാവരുടെയും കുളിയും പുറപ്പാടൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. സ്കൂട്ടിയുമ്പോൾ ഞങ്ങൾ അരിപ്ര വരെയാണ് പോണത്. അവിടെ നിന്ന് ബസ്സുണ്ട്, അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതുവരെ ഞങ്ങൾ സ്കൂട്ടിയും അഡ്ജസ്റ്റ് ചെയ്ത് പോകട്ടെ. എല്ലാവരും കൂടെ ഒരു വണ്ടിയുമ്പോൾ പോകുന്നത് ചിരി വരും കേട്ടോ. കുത്തി തിരക്കിരുന്നിട്ടാണ് പോണത്. എന്തായാലും കുറച്ച് ദൂരമല്ലേ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി. രാവിലെ ആകുമ്പോൾ വണ്ടിയൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോയി സ്കൂട്ടിയിൽ. നേരത്തെ എത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 8:30ക്കാണ് വണ്ടി എടുക്കുക. അപ്പോഴേക്കും അവിടെ എത്തണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ 8:30 കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിപ്പിക്കും. അപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ പോയി അവിടെ എത്തിയിട്ടോ. അരീക്കോട് ആ ഭാഗത്തായിരുന്നേ. ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി ചായയൊക്കെ കുടിച്ചിട്ടോ. ചായ കുടിച്ച് കുറച്ച് നേരം ഇതാ ആയിക്കൂടെയൊക്കെ നടന്ന് വീടൊക്കെ ഒന്ന് കണ്ട് മുകളിലേക്കൊക്കെ ഒന്ന് കയറി നോക്കി. അവിടെ ഇതാ റംബൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ കൊക്കോമാരൊക്കെയാണ്. അവിടെ അധികം കൃഷികളാണ്. അങ്ങനെ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചതാ പിന്നെ ഞങ്ങൾ അവിടെ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അധികം കൃഷിയാണ്. പൈനാപ്പിൾ തോട്ടമാണ് കേട്ടോ ആ ഭാഗത്തൊക്കെ. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ ഗേറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോയി. അതിൻ്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ലെങ്കിലും ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അധികം കൃഷി പൈനാപ്പിൾ, ജാതിക്ക, അതുപോലെ തന്നെ കൊക്കോ പഴമല്ലേ അതിൻ്റെയൊക്കെയാണ് കേട്ടോ കൃഷി. അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കൂടുതലായിട്ട് കൃഷികളാണ് ആ ഭാഗത്ത്. എന്തായാലും അവിടെ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതാ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്താൽ കാണുന്ന കുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഹൗസ് വാമിങ്ങിന് വന്നു എന്ന് പറഞ്ഞിട്ട് ആരുടെ ഹൗസ് വാമിങ് എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇതാട്ടോ ഇവരുടെയാണ് ഹൗസ് വാമിങ്. ഇത് നിഗ്ലാണ്ടൊക്കെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അവരുടെ ഹൗസ് വാമിങ് ആണ്. അതിനാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അതൊക്കെ അതൊക്കെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോരുകയാണ്. ബസ്സിൽ കയറിയപ്പോൾ കുട്ടികളൊക്കെ കളിക്കുകയാണ് കേട്ടോ. ഞാനും ലച്ചൊക്കെ ഉറങ്ങി.
ചിന്നുട്ടിയാണ് നല്ല കളിയിലാട്ടോ മറ്റേ കുട്ടികളപ്പം ഞാനും ലച്ചൊക്കെ പിന്നെ വണ്ടി കയറി വേഗം ഉറങ്ങും. ഞാൻ പ്രത്യേകിച്ച് ഉറങ്ങും. ലച്ച് പിന്നെ അങ്ങനെയൊന്നും ഉറങ്ങില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ക്ഷീണം വരും കേട്ടോ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ. ഞാൻ വേഗം ഉറങ്ങും. കുറച്ച് നേരമൊക്കെ ചിന്ന അവരുടെ കൂടെ കളിച്ചിട്ട് പിന്നെ ഞങ്ങളടുത്ത് വന്നു കേട്ടോ. എൻ്റെ മടിയിലിരുന്ന് പിന്നെ ആൾ നല്ല ഉറക്കമായി. മണിക്കുട്ടനും അവൻ്റെ അച്ഛനും പിന്നെ അവിടെ ബാക്കിലിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ ഉറങ്ങി. അപ്പോഴേക്ക് വീട്ടിലെത്താനായി കേട്ടോ. അപ്പോൾ എന്നിട്ട് വീഡിയോ എത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.